പ്രിയപ്പെട്ട മലയാളി സുഹൃത്തുക്കളെ, ഞങ്ങൾ ആദ്യമായിട്ടാണ് മിന്നസോട്ടയിൽ ലൈവായിട്ട് ഒരു മിമിക്സ് കോമഡി ഷോ ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും ഞങ്ങൾക്ക് ഇതിനുണ്ടായിരിക്കണം. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ തമാശ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉള്ളു തുറന്ന് ചിരിക്കുക. നിങ്ങളുടെ ചിരിയാണ് ഞങ്ങളുടെ പ്രചോദനം. ഓക്കെ, സ്കിറ്റ് ഈസ് സ്റ്റാർട്ടിംഗ് നൗ. Can you voice little bit? Is it disturbing? Too much voice? Can you make it a little bit down? Voice. Is it okay now? Better? Much better? Okay. You want to test your voice? Hello. Is it okay now? Pretty good. Okay, let's start the comedy show. 1, 2, 3, start. Hey, നീ എന്തിരി കരയണേ? തങ്കപ്പ എന്തിനു പറ്റി നിനക്ക്? ഞാൻ വോഡഫോൺ കോമഡി സ്റ്റാർസിലെ മിമിക്രി ചെയ്തതിന് ജഡ്ജസിന്റെ കയ്യിൽ നിന്ന് തല്ല് കിട്ടിയണ്ണാ. എന്തായി നീ വോഡഫോൺ കോമഡി സ്റ്റാർസിൽ മിമിക്രി കാണിച്ചതിന് ജഡ്ജസ് നിന്നെ തല്ലിന്നാ? അല്ല, നീ എന്തിനാണ് കാണിച്ചത്? ഇവരെല്ലാം ഒന്ന് കാണട്ടെ. എന്തിനാണ് നീ കാണിച്ചത്? നമ്മള് സുരേഷ് കോഴി ഇമിറ്റേറ്റ് ചെയ്തതിനാണ് ജഡ്ജസിനെ തല്ലിയത്. സുരേഷ് കോഴി അല്ലടാ, സുരേഷ് ഗോപി. അല്ല, ഈ സുരേഷ് ഗോപി നീ എങ്ങനെയാണ് ഇമിറ്റേറ്റ് ചെയ്തത്? ഇവരൊക്കെ ഒന്ന് കാണട്ടെ. അണ്ണാ, അവിടെ 3 ജഡ്ജസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അവരെ അടുത്ത് പോയിട്ട് മുഖത്ത് നോക്കി പറഞ്ഞു, പോടാ പുല്ലേ പോടാ പുല്ലേ പോടാ പുല്ലേ എന്ന് 3 പ്രാവശ്യം പറഞ്ഞണ്ണ. പിന്നെ 3 തവണ മറ്റേത് ഇട്ടണ്ണ. എന്തോ? ഏത് മറ്റേത്? നമ്മള് സുരേഷ് കോഴി കാണിക്കൂല, ഇതാ ഇങ്ങനെ. എടാ, വെറുതെ അല്ല നിനക്ക് തല്ല് കിട്ടിയത്. എടാ, ആരുടെങ്കിലും മുഖത്ത് പോയി പോടാ പുല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുവോ? ഞാൻ ചോദിക്കട്ടെ ചേട്ടാ, ആരെയും കണ്ടുകൂടാ? ഇവിടെ ലൈറ്റ് ഒന്നും ഇല്ല. ചേട്ടന്റെ മുഖത്ത് നോക്കി ഞാനല്ല ഇവൻ പോടാ പുല്ലേ എന്ന് പറഞ്ഞാൽ ചേട്ടന് ഇഷ്ടപ്പെടുവോ? ഇഷ്ടപ്പെടില്ല. ഇനി സ്ത്രീകളെ അവഗണിച്ചെന്ന് വേണ്ട. ചേച്ചിയുടെ മുഖത്ത് നോക്കി ഞാനല്ല ഏട്ടാ ഇവൻ പോടി പുല്ലേ എന്ന് വിളിച്ചാൽ ചേച്ചിക്ക് ഇഷ്ടപ്പെടില്ല. പിന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, വിധിയാണെന്ന് കരുതി സമാധാനിക്കുക. അപ്പൊ അങ്ങനെയല്ലേ അണ്ണാ സുരേഷ് ഗോപി ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്? എടാ, നമ്മൾ സുരേഷ് ഗോപി എന്നല്ല, നമ്മൾ അതുപോലെയുള്ള ഈ ഡയലോഗ് അടിക്കുന്ന ആരെ ഇമിറ്റേറ്റ് ചെയ്താൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ ആരുടെ മുഖത്ത് നോക്കാൻ പാടില്ല. അയ്യോ അണ്ണാ, പിന്നെ എവിടെ നോക്കണം? നിന്റെ ചിന്ത പോണ റൂട്ട് എനിക്ക് മനസ്സിലായി. നീ ഒരിടത്തും നോക്കണ്ട. നീ ഇവിടെ ഒന്ന് നിൽക്ക്. ശരി, അപ്പൊ നമ്മൾ സുരേഷ് ഗോപിയെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ നമ്മൾ ഈ മതയാനയൊക്കെ തല ആട്ടൂലേ, ഇങ്ങനെ ചെയ്യ്. കണ്ട, അപ്പൊ ആരുടെയും മുഖത്ത് നോക്കണ്ട, മനസ്സിലായ? അപ്പൊ എന്തൊരു ഡയലോഗ് വേണമെങ്കിലും ധൈര്യമായിട്ട് അടിക്കാം. നീ ചെയ്യ്, കേട്ടല്ലേ? ഇനി എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഈ പറയുന്ന ഡയലോഗ് ഉണ്ടല്ലേ, കുറച്ചുകൂടെ റെസ്പെക്റ്റോടെ ബഹുമാനത്തോടെ പറയണം. അതായത് നീ ആക്ഷൻ ചെയ്യ്. നീ പറഞ്ഞ ഡയലോഗ് തന്നെ ഞാൻ കുറച്ചുകൂടെ റെസ്പെക്റ്റോടെ എങ്ങനെ പറയണം നീ കാണിച്ചു തരാം. ഡയലോഗ് ചെയ്യ്, ആക്ഷൻ ചെയ്യ്. അങ്ങനെ പറയണമായിരുന്നു നീ, മനസ്സിലായ? നിങ്ങള് പുലിയാണ് അണ്ണാ. ഓ എടേ, നീയാണ് ആദ്യമായിട്ട് ഞാൻ പുലിയാണെന്ന് പറയണത്. ഇവിടെ എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ബഡീസ്, ജഗൻ, രാജേഷ്, അവന്മാരൊക്കെ പറയണ എന്തിരുന്നാ ഞാനാണെന്നാണ്. അണ്ണാ, ഞാൻ പറഞ്ഞത് അണ്ണൻ കഴുതപ്പുലിയാണെന്നാണ്. ഓ, കഴുതപ്പുലി, അതെന്തൊരു പുലി? അണ്ണാ, ഈ മിമിക്രി എനിക്ക് എങ്ങനെ പഠിപ്പിച്ചു തരുവാണ്? എടാ, ഈ മിമിക്രി പഠിക്കേണ്ടത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ നിനക്ക് മിമിക്രി, പിന്നെ ഞാൻ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. എന്തായിരുന്നു പറഞ്ഞാല്, ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ആർക്കും ഒന്നും ഇതുവരെ ഫ്രീ ആയിട്ടൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ ആകെപ്പാടെ ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ, നീ പറയാൻ നാണം വരുന്നുണ്ട്, നമ്മുടെ തെക്കേലെ രമണിയില്ലേ? ഓ, തെക്കേലെ രമണിക്കാണോ? നമ്മുടെ തങ്കപ്പന്റെ പെങ്ങള്. എടാ, അവക്ക് പണ്ട് കുറച്ച് ലവ് ലെറ്റർ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമാണ് ആ പാടെ കൊടുത്തിട്ടുള്ളത് ഫ്രീ ആയിട്ട്. ഞാനും പറയട്ടെ, ഞാനും കൊടുത്തിട്ടുണ്ട്. നീ കൊടുത്തിട്ടുണ്ടാ? അപ്പൊ നിനക്കും അവന്റെ കിട്ടിയിട്ടുണ്ട്, തങ്കപ്പന്റെ. അപ്പൊ അണ്ണൻ അറിയാൻ കിട്ടിയല്ലേ? എടാ, ഞാൻ കൊടുത്തത് മുഴുവൻ രമണിക്കാണെങ്കിലും കിട്ടിയത് മുഴുവൻ തങ്കപ്പന്റെ എന്നാണ്. അതൊക്കെ പോട്ടെ, അതായത് ഞാൻ നിനക്ക് മിമിക്രി പഠിപ്പിച്ചു തരാം. ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരാം. പകരം നീ എനിക്ക് എന്തൊരു തരും? അണ്ണന് എന്ത് വേണം അണ്ണാ? ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുത്ത നീ നമ്മുടെ പയ്യനല്ലേ, നീ എന്തൊരു തന്നാലും ശരി ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. എന്നാ പിന്നെ അണ്ണാ, അടുത്ത തവണ വോഡഫോൺ കോമഡി കിട്ടുന്ന മുഴുവൻ തല്ല് തന്നേക്കാണ്. എനിക്ക് വേണ്ട, തല്ല് വേണ്ട. ഞാൻ നിനക്ക് ഫ്രീ ആയിട്ട് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാം. നീ തല്ലൊന്നും വേണ്ട, ഞാൻ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരാം. ഓക്കെ, അണ്ണനാണ് എന്റെ ഗുരു. അണ്ണാ, നന്നായി വരട്ടെ ഞാനും എന്റെ കുടുംബവും. അപ്പം ഞാൻ നിനക്ക് മിമിക്രി പഠിപ്പിച്ചു തരാൻ പോവുകയാണ്. അപ്പം ഞാൻ പഠിപ്പിച്ചു തരാൻ പോണ മിമിക്രി എന്ന് പറഞ്ഞാൽ, നീ മറ്റേ വോഡഫോൺ കോമഡി സ്റ്റാറിൽ നീ അവതരിപ്പിക്കാൻ പോണ മിമിക്രി എന്ന് പറഞ്ഞാൽ, നമ്മൾ മലയാള സിനിമയിലെ
പ്രമുഖ നടീ നടന്മാരെ വെച്ചൊരു സിനിമ എടുക്കുകയാണ്. സിനിമയില് നടീനടന്മാരെ എടുക്കണമെന്നോ? എന്നാ നടികളെ ഞാൻ എടുത്തോളാം, നടന്മാരെ അണ്ണ എടുത്തോളാം. നടീ നടന്മാരെ ഇങ്ങനെ ഒക്കത്തെ എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്, നടീ നടന്മാരെ വച്ച് ഒരു സിനിമ എടുക്കുകയാണ്, മനസ്സിലായ? ഓ പിന്നെ അണ്ണ ചെല്ല കിളികൾ എടുക്കാൻ പറ്റൂലേ? ഓ ഇവനെ കൊണ്ട് തോറ്റല്ലേ? എന്നാണ് ഹീറോയിന്റെ മേക്കപ്പ് മാനെങ്കിലും ആക്കി തരുവാണോ? ഇവനെ കൊണ്ട് തോറ്റു. എടാ ഈ സിനിമയിൽ ഹീറോയിൻ ഇല്ല, ഈ സിനിമയിൽ ഹീറോയിൻ ഇല്ല. എന്തോന്നാ ഹീറോയിൻ ഇല്ല? ഹീറോയിൻ ഇല്ലെന്ന്? ഇല്ല, ഹീറോയിൻ ഇല്ല. അണ്ണന്റെ പടം പൊളിച്ചത് തന്നെ. ഇവനെ കൊണ്ട് തോറ്റല്ലേ? അല്ലേ ഇവളുമാരെ കാണാം അല്ലേ? നമ്മളെ പയ്യന്മാര് ഫ്രണ്ട് റോയിൽ പോയി വായും പൊളിച്ചിരിക്കണത്. അല്ല ഹീറോയിന്റെ ഡ്രൈവറെങ്കിലാക്കുവാണ്. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ ഇത് നായിക പ്രധാനമുള്ള സിനിമയല്ല, ഇത് നായക പ്രധാനമുള്ള സിനിമയാണ്. ഈ നായകൻ ഇത് മുഴുവൻ യുദ്ധമാണ്. യുദ്ധത്തിൽ നമ്മളെ സ്ത്രീകളെ പങ്കെടുപ്പിക്കാറില്ല. പിന്നെ എന്നാ പണ്ട് ഉണ്ണിയാർച്ചിയും മമ്മൂട്ടിയും ഏതോ സിനിമയില് വടക്കൻ വീരകഥയില്. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എടാ അത് വന്നിട്ട് ഈ യുദ്ധം നടക്കുന്നത് ജെൻസ് ബാത്റൂമിലാണ്, അവിടെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല, മനസ്സിലായ? നീ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ നമ്മുടെ സിനിമയില് ഇവനൊക്കെ പഠിപ്പിച്ച് വരുമ്പോ ഞാൻ ഒരു പരിവാവും. നമ്മുടെ സിനിമയില് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു സംവിധായകനെയാണ്. പിന്നെ നോക്കിയാൽ പഠിച്ചു ഈ സിനിമയിൽ പ്രൊഡ്യൂസർ ഇല്ല. എടാ ഇത് നമ്മൾ ഇത് ഒറിജിനൽ സിനിമയല്ല, ഞാൻ നിനക്ക് മിമിക്രി പഠിപ്പിച്ചു തരാണ് എങ്ങനെ സിനിമ എടുക്കാന്ന്, മനസ്സിലായ? ഇത് നമുക്ക് പ്രൊഡ്യൂസർ വേണ്ട. നമുക്ക് ഒറിജിനൽ നമുക്ക് പ്രൊഡ്യൂസർ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോർച്യൂൺ കുക്കീസിന്റെ ജെറിൻ ജോസഫ് അവിടെ ഇവിടെ ഇരിപ്പുണ്ട്, പുള്ളിയെ നമുക്ക് വിളിക്കാം. അപ്പം നമുക്ക് ഈ സിനിമയിൽ ആദ്യം ഒരു സംവിധായകനാണ് പഠിക്കേണ്ടത്. ഞാൻ നിന്റെ അടുത്ത് ഒരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. ഒരു സംവിധായകന് വേണ്ട 2 ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒരു സംവിധായകന് വേണ്ട 2 ഗുണങ്ങൾ. 2 ഗുണങ്ങൾ? വിത്ത് ഗുണം 10 ഗുണമാണ്. എടാ നിന്റെ ഗുണങ്ങളല്ല ഞാൻ ചോദിച്ചത്. പിന്നെ അത് നിനക്ക് നല്ലോണം മറ്റങ്ങരുടെ കിട്ടിയിട്ടുണ്ട് നിന്റെ ഗുണങ്ങൾ. അതിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് അടി കിട്ടും, മനസ്സിലായ? ഞാൻ മാറ്റി ചോദിക്കാം. ഒരു സംവിധായകന് വേണ്ട 2 സംഗതികൾ എന്തൊക്കെയാണ്? ഓ അണ്ണ മനസ്സിലായി. ഒരു സംവിധായകന് വേണ്ട 2 സംഗതികൾ. കസേരയും കൂളിംഗ് ഗ്ലാസും. എടാ കസേരയും കൂളിംഗ് ഗ്ലാസും എങ്ങനെയാ സംവിധായകന്റെ സംഗതികളാവുന്നത്? അണ്ണാ അങ്ങനെ അല്ലെങ്കിൽ അല്ലേ അണ്ണാ കസേരയിൽ ഇരുന്ന് കൂളിംഗ് ഗ്ലാസ് വെച്ച് നമ്മളെ ചെല്ലക്കിളികളൊക്കെ ഒന്ന് വായി നോക്കാൻ പറ്റുള്ളൂ. എടാ ഇവിടെ 100 പറഞ്ഞു ഇതിൽ ചെല്ലക്കിളികളില്ല, നടികളില്ല. ഇനി നീ ചെല്ലക്കിളി ഒരു അക്ഷരം നീ മിണ്ടിയല്ല, നിന്റെ തടി ഞാൻ ഊരും. എന്തോന്ന് തടി ഊരും? നിന്റെ തടി ഞാൻ ഊരും. ആരുടെ തടി ഊരും? ആർക്ക്? നിങ്ങൾക്ക്? എനിക്കാ? ഇവനെ കൊണ്ട് തോറ്റില്ല. അപ്പൊ നിനക്ക് സംവിധായകന്റെ സംഗതികൾ നിനക്ക് അറിഞ്ഞൂടാ. ഒരു കുളു തരുവോ? എന്തോന്ന് കുളു? കുളു ക്ലൂ. അത് തന്നെ. ഞാൻ നിനക്കൊരു ക്ലൂ തരാം. ആദ്യത്തെ സംഗതിയുടെ ക്ലൂ നല്ലോണം ശ്രദ്ധിച്ച് നോക്കണം. മനസ്സിലായ? എന്തോന്ന്? ഒരു സംവിധായകന് വേണ്ട ആദ്യത്തെ സംഗതി എടുത്തുചാട്ടം. സംവിധായകൻ ഒരു സംവിധായകൻ ഒരിക്കലും എടുത്തുചാടാൻ പാടില്ല. ഞാൻ ക്ലൂ ഒന്നുകൂടെ തരാം. ആദ്യ സംഗതിയുടെ ക്ലൂ ഇതാണ്ട. ഞാൻ ഇതാണ്ട വാള് വെച്ച് ഇങ്ങനെ ചെയ്യണം. ഇതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? ഇംഗ്ലീഷില് ഇപ്പൊ നീ പറഞ്ഞ വാക്ക് ആക്ഷൻ. അപ്പൊ സംവിധായകൻ വേണ്ട ആദ്യ സംഗതി ആക്ഷൻ. വല്ല വിധേന ഒരു സംഗതി പഠിപ്പിച്ചു. അപ്പൊ അടുത്ത സംഗതി രണ്ടാമത്തെ സംഗതിയുടെ ക്ലൂ തരാൻ പോവുകയാണ്. ഈ വാള് വെച്ച് നിന്റെ തല ഞാൻ വെട്ടി. അതിന് ഇംഗ്ലീഷിൽ എന്ത് പറയും? തല വെട്ടി. കട്ട്. അപ്പൊ രണ്ടാമത്തെ സംഗതി കട്ട്. സംവിധായകന് വേണ്ട 2 സംഗതികൾ ആക്ഷൻ കട്ട്. വല്ല വിധേന സംവിധായകന്റെ സംഗതികൾ പഠിപ്പിച്ചു കൊടുത്തു. അപ്പം എന്റെ ഒന്നും പറയണ്ട. അപ്പൊ നിനക്ക് സംവിധായകനെ മനസ്സിലായല്ലേ? ശരി. എന്നാണ് എനിക്ക് സംവിധായകനായാ മതി അണ്ണ. അതെന്താടാ നിനക്ക് ഹീറോ ആവണ്ടേ? ഹീറോ ആയാലല്ലേ നിനക്ക് ചെല്ലക്കുള്ളികളോടെ ഡാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അണ്ണനല്ലേ പറഞ്ഞത് എന്തോന്ന് സംവിധായകനായ 2 സംഗതി പഠിച്ചാൽ മതി? ഞാൻ പറഞ്ഞ അങ്ങനെ വല്ല ഗായകനോ വലുതാണെങ്കിൽ എന്തുമാത്രം സംഗതി പഠിക്കണം നമ്മളെ ശരത് സാർ പറയില്ലേ? ശരിയാണ്, ഞാൻ അതോർത്തില്ല. അതൊക്കെ പോട്ടെ, അത് നമുക്ക് പിന്നെ തീരുമാനിക്കാം ആരാവണമെന്നുള്ളത്. അപ്പൊ നീ സംവിധായകനെ പഠിച്ചല്ല, ശരി. ഇനി അടുത്തതായി നമുക്ക് നമ്മുടെ സിനിമയിൽ വേണ്ടത് സംവിധായകനായി അടുത്തൊരു നായകനെയാണ് നമുക്ക് വേണ്ടത്. അണ്ണ എനിക്ക് മമ്മൂക്ക മതി അണ്ണ. മമ്മൂട്ടി എനിക്ക് ഇനി അറിഞ്ഞൂടാന്ന് അവൻ്റെ അടുത്ത് എങ്ങനെ പറയും? ഇടാ നമുക്ക് ലാലേട്ടൻ മതി. അണ്ണാ എനിക്ക് കുറച്ചൊക്കെ മമ്മൂക്ക അറിയാണ്. ഞാൻ ഇതാ കാണിച്ചു തരാം. എനിക്ക് പറയായല്ലേ, മമ്മൂട്ടി എനിക്ക് അറിഞ്ഞൂടാന്ന് അവൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. ഞാൻ ഒന്ന് ട്രൈ നോക്കല്ലേ. ചന്തുവിനെ കുറിച്ച് എന്തറിയാൻ മക്കളെ? ഇരുമ്പാണി ചോദിച്ച ബിരിയാണി കൊടുത്തവൻ ചന്തു. ശരിയാവുന്നില്ല. എടാ നമുക്ക് ലാലേട്ടൻ മതി. ഇല്ലെങ്കിൽ മമ്മൂട്ടിക്ക് തടിയുണ്ടാ, മമ്മൂട്ടിക്ക് ചരിവുണ്ടാ, മമ്മൂട്ടിക്ക് ഡാൻസ് കളിക്കാൻ അറിയാം. നമുക്ക് ലാലേട്ടൻ മതി. അല്ലെങ്കിൽ ഞാൻ പാട്ടിന് പോകണം. പോകില്ല ലാലേട്ടൻ ഞാൻ പഠിക്കാണ്. നീ പറഞ്ഞോണ്ട് മാത്രം ഞാൻ നിനക്ക് ലാലേട്ടനെ പഠിപ്പിച്ചു തരാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പം നിനക്ക് മമ്മൂട്ടിയെ പഠിപ്പിച്ചു തന്നേരാം. അപ്പം ലാലേട്ടനെ പഠിക്കാൻ വളരെ എളുപ്പമാണ്. ആദ്യം ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഒന്നിക്ക് നമ്മൾ ആദ്യം കൂളിംഗ് ഗ്ലാസ് വെക്കുക. വെച്ചല്ലേ? അപ്പം മുഖത്തെ കുറച്ച് വൃത്തിയോടെ മാറി കിട്ടും. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഈ ലാലേട്ടനെ നമ്മൾ കൂളിംഗ് ഗ്ലാസ് വെച്ച് അപ്പം അടുത്തതായിട്ട് നീ ഇങ്ങനെ നിൽക്കുക. ഇവിടെ ഒന്നിക്ക് നമ്മൾ ഈ മീശ ഉണ്ടല്ലേ,
മീശ ഇങ്ങനെ ചുരുട്ട്. അണ്ണാ ആ അതിന് മീശ പോയിട്ട് അണ്ണന്റെ മുഖത്ത് ഒരു രോമം പോലും ഇല്ലല്ലോ അണ്ണാ. പിന്നെ തോക്കിട്ട് പിടിച്ചു. നീ മീശ ഉരുട്ട്, നീ മുഷ്ടി ഉരുട്ട്, മുഷ്ടി ഉരുട്ട്, ചുരുട്ട്. ഓ എന്നാ പറഞ്ഞ അണ്ണൻ ചുരുട്ടിയല്ല, മുഷ്ടി ചുരുട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ലാലേട്ടന്റെ ചരിവും ശബ്ദവും ഒരുമിച്ച് പഠിക്കാം. അങ്ങനെയാണ് ചരിവും ശബ്ദം ഒരുമിച്ച് പഠിക്കുന്നത്. എടാ അതാണ് എൻ്റെ രീതി. ഞാൻ എന്തൊരു പഠിപ്പിച്ചു കൊടുത്താലും ഉണ്ടല്ലോ, എല്ലാം ഒരു പാക്കേജ് ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കുള്ളൂ, അവർക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും. കാരണം നമ്മൾ ഇവിടെ എല്ലാം പാക്കേജാണ്, മനസ്സിലായോ? ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റൂല, എല്ലാം കൂടെ ഒരു പാക്കേജ് ആയിട്ട് വരുള്ളൂ, മനസ്സിലായോ നിനക്ക്? അപ്പം ലാലേട്ടൻ്റെ ചരിവ് ശബ്ദം നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഇവിടെ നിൽക്കേ. ശരി, ഇനി നീ ഒരു തെങ്ങിൻ്റെ മൂട്ട് നിൽക്കുകയാണെന്ന് വിചാരിക്കുക. വിചാരിച്ചാണ്. വിചാരിച്ചല്ലേ? ഇനി ഒരു തേങ്ങ നിന്റെ തലേരെ നേരെ വരെയാണെന്ന് വിചാരിക്കുക. അയ്യോ അണ്ണാ അതും വിചാരിച്ചോ? അതും വിചാരിച്ചല്ലേ? തേങ്ങ നിന്റെ തലേരെ വളരെ അടുത്തെത്തിയപ്പോഴാണ് നീ കണ്ടത്. നീ എന്തൊരു ചെയ്യും? ഞാനിങ്ങനെ തല വെട്ടി മാറ്റും. നീ തല വെട്ടി മാറ്റിയല്ലേ? അപ്പൊ ഈ തേങ്ങ എവിടെ വീഴും? എന്റെ തോളത്ത് വീഴും. നിന്റെ തോളത്ത് വീഴുമല്ലേ? നിന്റെ തോള് ചരിഞ്ഞ് ഇനി നീ ജീവിതകാലം മുഴുവൻ ചരിഞ്ഞ് നടന്നോളൂ. അയ്യോ അണ്ണാ, അപ്പൊ നിനക്ക് ചരിവ് മനസ്സിലായല്ലേ? അണ്ണാ അണ്ണൻ പറഞ്ഞ് ചരിവും ശബ്ദം ഒരുമിച്ച് പഠിക്കും. ചരിവല്ലേ പഠിച്ചോളൂ, ശബ്ദം എവിടെയാണ്? എടാ ഈ തേങ്ങ തോളത്ത് വീഴൂലേ? അപ്പൊ നിനക്ക് വേദനിക്കൂലേ? വേദനിക്കുമ്പോ നീ എന്തോന്ന് വിളിക്കും? അയ്യോന്ന് വിളിക്കും. എടാ ഈ അയ്യോന്ന് വിളിക്കുന്നത് കുറച്ചൊന്ന് ഷൂ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ലാലേട്ടന്റെ സൗണ്ട് നോക്കിയോ? അയ്യോ മനസ്സിലായ? മനസ്സിലായല്ല? അപ്പൊ ശരി. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ശബ്ദം പഠിച്ച് ചരിവും പഠിച്ച് ഇനി അടുത്തതായിട്ട് ഡയലോഗ് പഠിക്കണം. ഡയലോഗ് വളരെ എളുപ്പമാണ്. ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിനിടയ്ക്ക് നീ പോ മോനെ ദിനേശ സവാരി ഗിരിഗിരി എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാൽ മതി. പറയണം, ശരിയല്ലേ? അപ്പൊ ഡയലോഗ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാല്ലേ? അപ്പൊ ഇതെല്ലാം മനസ്സിൽ വെച്ച് ഡയലോഗ് പഠിക്കണം. ആദ്യം ചരിവ്. നീ പോ മോനെ ദിനേശ സവാരി ഗിരിഗിരി കളകളമിളകും ഒരു അരുവിയിൽ ഒരു പുളകം. അയ്യോ അണ്ണ എന്തോ കളകള കുളി കുളി അരുവിയില്ല. എടാ കള കുളി കുളി അരുവിയിൽ എന്നല്ല ഞാൻ പറഞ്ഞത്. കളകളമിളകും ഒരു അരുവിയിൽ ഒരു കുളിരൊരു പുളകം. അയ്യോ അണ്ണ ഇത് ഇത്തിരി കട്ടിയാണ്. ശരി, നിനക്ക് മനസ്സിലായല്ല? എങ്ങനെ പഠിക്കണം മനസ്സിലായല്ല? അത് മതി. അപ്പൊ നമ്മള് സംവിധായകനെ പഠിച്ച്, നമ്മള് നായകൻ ലാലേട്ടനെ പഠിച്ച്. എന്തൊരു ചൂട്, ഇവിടെ AC ഒന്നും ഇല്ലേടേ. അപ്പം ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്, നമ്മൾ പഠിക്കാൻ നമ്മുടെ സിനിമയിൽ നമുക്ക് വേണ്ടത് ഒരു വില്ലനെയാണ്. ആരാണ് നമ്മളെ വില്ലൻ? എടാ വില്ലനായിട്ട് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരാൻ പോണത് നമ്മുടെ കഴിഞ്ഞ തവണത്തെ ഏഷ്യാനെറ്റിൽ ഏറ്റവും നല്ല വില്ലന്റെ അവാർഡ് കിട്ടിയില്ലേ? ഓ നമ്മളെ ലാലു അലക്സ്. ലാലു അലക്സ്. അപ്പൊ ലാലു അലക്സിന് പഠിക്കാൻ വളരെ എളുപ്പമാണ്. 2 സംഗതികൾ പഠിച്ചാൽ മതി. എന്താണ്? ആദ്യത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പറയണ ഒരു ഡയലോഗ് പോലും പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല, പേഴ്സണലായിട്ട് പറയണം. അയ്യോ അണ്ണാ അതൊന്നും ഞാൻ പേഴ്സണലായിട്ട് പറയാറുണ്ട്. അത് നീ പേഴ്സണലായിട്ട് ഇവിടെ പറയേണ്ട, അവരുടെ നിന്ന് തല്ല് കിട്ടും. പിന്നെ രണ്ടാമത്തെ സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ഡയലോഗ് അവസാനം പറയണമെങ്കിലും ലാസ്റ്റ് ഒന്ന് വാള് വെക്കണം, അത് ഛർദ്ദിച്ച് കാണിക്കണം. ഇങ്ങനെ കാണിക്കണം. അയ്യോ അണ്ണാ എന്നും ഷോപ്പിൽ പോയി അതും ശ്രദ്ധിക്കാറുണ്ടോ? അത് നീ ഇവിടെ ഇപ്പൊ ഛർദ്ദിക്കണ്ട. ഇവരെല്ലാം ഓണസദ്യ കൊണ്ടിരിക്കുകയാണ്, വയറൊക്കെ ഫുള്ളായിട്ട് ഇരിക്കുകയാണ്. നീ ഛർദ്ദിച്ചാൽ അവർ ഛർദ്ദിക്കും. പിന്നെ ഇവിടെ ഛർദ്ദിലിന്റെ ഫ്ലഡ് ആവും. ഒന്നാമത് ഈ സ്കൂളിൽ ഫ്ലഡ് ഇൻഷുറൻസ് പോലും ഇല്ല. അപ്പം 2 കാര്യങ്ങൾ. ഇപ്പൊ 2 കാര്യങ്ങളും വെച്ച് നമുക്ക് നമ്മുടെ ഡയലോഗ് പഠിക്കാൻ പോകണം. ഇത് 2 വെച്ച് ട്രൈ ചെയ്യണം. ശ്രദ്ധിച്ച് നോക്കണം, ഡയലോഗ് പഠിച്ചോണം. ഞാനൊന്ന് ഉമിനീര് ഇറക്കിക്കോട്ടെ. പേഴ്സണലായിട്ട് പറയുക, ബാക്കി ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ കരാട്ടെ, അത് ഞാൻ പഠിച്ചിട്ടില്ല. പിന്നെ അകപ്പാട് അറിയാവുന്നത് ഈ നാടൻ കൂലിത്തല്ല, അത് പിന്നെ ഒരു ഐറ്റം അല്ലാത്തോണ്ട് കപ്പൊന്നും കെട്ടിയിട്ടില്ല. മനസ്സിലായ?